അന്ന് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്, ഉരുളക്കിഴങ്ങ് നടുന്ന വീഡിയോ. അതിപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം മുളച്ചിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കൃഷിക്ക് ആവശ്യമായ എല്ലാ വിത്തുകളും അടുക്കളയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. ആ വീഡിയോയിൽ മുളച്ച ഉരുളക്കിഴങ്ങ് നട്ടു നോക്കിയതാണ്. നന്നായി വളർന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ലൊരു കരുത്തോടെ ഇപ്പോൾ തൈ നല്ലതായിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള കൃഷി രീതികൾ എങ്ങനെയാണെന്ന് അങ്ങനെ വലുതായിട്ടൊന്നും ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി രീതി ഉരുളക്കിഴങ്ങ് അങ്ങനെ നടാറൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊന്നും അറിയില്ല. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. പിന്നെ പച്ചമുളക് വിത്തിട്ടത് എല്ലാം മുളച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് വലുതായിട്ടാകുമ്പോൾ ഇപ്പോൾ തൈ മാറ്റി നടണം. കുറച്ച് വലുതായിട്ട് നമ്മൾ വേറെ ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടാൽ മതിയല്ലോ. പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് ആവശ്യമായ ഒരു ഇതാണ്. അപ്പോൾ ബൾക്കായിട്ട് ഒന്നാകെ നമ്മൾ നടുന്നതിനേക്കാളും നമുക്ക് ഈ രണ്ട് ഗ്രോ ബാഗിൽ എപ്പോഴും പച്ചമുളക് കിട്ടത്തക്കവണ്ണം നട്ടാൽ നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് കിട്ടുമല്ലോ. ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഇത്ര ആയതേ ഉള്ളൂ. അതിൻ്റെ അത്ര കരുത്തോടെ ഇത് വളരാനുണ്ട്, അത്ര മുളച്ച് വരാനുണ്ട്. പക്ഷെ അത്ര ഒരു കരുത്തിൽ വന്നിട്ടില്ല. ഇത് ആ ഒരു കരുത്തിൽ വന്നിട്ടില്ല. പിന്നെ ഈ ഗ്രോ ബാഗിലൊക്കെ ചീര നട്ടിട്ടുണ്ട്. നല്ലൊരു ചീരയുടെ തൈ നന്നിട്ട് ആരോ തന്നതാണ്. ഇതിലെല്ലാം നട്ടിട്ടുണ്ട്. ഇതിലൊക്കെ നട്ടിട്ടുണ്ട്. ഇതിൽ വെള്ളരി, തക്കാളി ഇട്ടിട്ടുണ്ട്. കയ്പ്പക്ക. നമുക്ക് രാവിലെ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഓരോ ചെടികളിങ്ങനെ നോക്കി അതിൻ്റെ കീടങ്ങളകറ്റാനും അതിനൊക്കെ നമ്മൾ ഈ പുറത്തിറങ്ങി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സമാധാനം പോലെയാണ് കിട്ടുന്നത്. പക്ഷേ അടുക്കളയിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു മടുപ്പ് പോലെ തോന്നില്ലേ. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി വന്ന് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പ്രകൃതിയിലെ ആ തണുപ്പും ആ മഞ്ഞ ആ കിളികളുടെ ശബ്ദവും ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒന്ന് റിലാക്സ് ആകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഒന്ന് മാറിക്കിട്ടുന്നതായി തോന്നാറുണ്ട്. പിന്നെ അധികം ആളുകളും പറയുന്നുണ്ട് നമ്മൾ ഈ പൂക്കൾ എന്തിനു നടുന്നത്, നമുക്കത് ഒരു വേസ്റ്റ് അല്ലേ. പക്ഷെ നമുക്ക് പച്ചക്കറികളുടെ കൂടെ തന്നെ പൂക്കളും കൂടി നട്ടെങ്കിൽ അതിനുള്ള പരാഗണത്തിന് സഹായിക്കുന്നു. അതുമാത്രമല്ല നമുക്കും ഒരു പൂക്കൾ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു കായ്കറികളോടൊപ്പം നമുക്ക് ഈ മുറ്റത്ത് പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു നല്ലൊരു എന്തോ ഒരു പ്രത്യേകത നമുക്ക് തോന്നാറില്ലേ. എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെ എനിക്ക് പച്ചക്കറി നടുന്നതിനായിട്ട് ഞാൻ നട്ടാറുണ്ടാകുന്നത് ഈ പൂക്കൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പച്ചക്കറി നടാൻ ഇഷ്ടമാണെങ്കിലും പക്ഷേ എനിക്കങ്ങനെ അത് ഉണ്ടാവാറില്ല. പക്ഷേ പൂക്കൾ എനിക്ക് അങ്ങനെ ഉണ്ടാവാതെ ഇരിക്കാറില്ല. നട്ടതെല്ലാം നന്നായിട്ട് വരാറുണ്ട്. പിന്നെന്താണ്, റോസ് വിരിഞ്ഞിട്ടുണ്ട്. റോസിനെല്ലാം നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പം ആദ്യത്തെ എത്തിച്ച് വീണ്ടും മുട്ടായിട്ടുണ്ടല്ലോ. ഇതിലെല്ലാം മുട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൂക്കൾ കഴിയുമ്പോൾ വീണ്ടും പ്രൂണിങ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള എന്താണോ വളം അത് ഇട്ട് കൊടുത്താൽ മതി. രാസവളമൊന്നും വാങ്ങിയിടാതെ ഇരിക്കുന്നതാണ് നല്ലത്. പൂക്കൾക്കെല്ലാം നമ്മുടെ അടുക്കള വേസ്റ്റും അതൊക്കെ നമ്മൾ അടുക്കളയിലുണ്ടാകുന്ന വേസ്റ്റെല്ലാം വളമാക്കുന്ന വീഡിയോ എല്ലാം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതൊക്കെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ എങ്ങനെ വളമാക്കണമെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് മുറ്റത്ത് ചട്ടിയിലോ ഒക്കെ പൂക്കൾ ഉണ്ടാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ആനന്ദം എന്ന് പറയുന്നത് വല്ലാത്തതാണ്.
എത്ര തിരക്കുള്ള ജോലിയുള്ളവർക്കും ഒന്നോ രണ്ടോ ചട്ടിയിൽ റോസോ വേറെന്തെങ്കിലും പൂക്കളോ നട്ടു വളർത്തുമ്പോൾ രാവിലത്തെ ആ പ്രഭാതത്തിൽ ഒന്നിറങ്ങി അതിൻ്റെ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു അഭിമാനം പോലെ തോന്നും. നമുക്ക് നമ്മൾ കാരണം ഉണ്ടായ ആ പൂക്കളൊന്ന് വിടർന്ന് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു ഇതാണ്. പച്ചമുളക് തൈയിലിപ്പോൾ എന്തോ കുരുട്ടിപ്പലം മാറി നല്ല ഉഷാറായിട്ട് വരുന്നിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് ചെറിയ ചെറിയ കായ്കൾ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. തീരെ നശിച്ചൊരു ചെടിയായിരുന്നു, അത് ഞാൻ ഇങ്ങനെ രക്ഷിച്ചെടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും അത് നല്ലതായാലും വിമർശനമായാലും എന്തായാലും തിരക്കില്ല, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.